ഓക്കെ, ഇനി നമുക്ക് എടുക്കാനുള്ളത് ദ സാക്രഡ് ടേർട്ടിൽസ് ഓഫ് കടവ് എന്നുള്ള പാട്ടാണ്. എന്താണ് ഈ പാഠത്തിൽ പറയുന്നത് നമുക്ക് നോക്കാം ആദ്യം. ട്രാവൽ അറ്റ് ടൈംസ്, ട്രാവൽ യാത്ര എന്നുള്ളത് അറ്റ് ടൈംസ് പല സമയങ്ങളിലും ക്രോസസ് ദ ഫ്രണ്ടിയേഴ്സ് ഓഫ് എ മിയർ എക്സ്പ്ലോറേഷൻ. ക്രോസസ് ദ ഫ്രണ്ടിയേഴ്സ് ഒരുപാട് അതിർത്തികൾ വിട്ടുകിടക്കുന്നുണ്ട്. ഓഫ് എ മിയർ എക്സ്പ്ലോറേഷൻ വെറും ഒരു സ്ഥലം കണ്ടെത്തുക എന്നുള്ളതിനപ്പുറം ഒരുപാട് അതിർത്തികൾ വിട്ടുകിടക്കുന്നതാണെന്ത് യാത്ര പലപ്പോഴും. എന്തിൻ്റെ? എക്സ്പ്ലോറേഷൻ ഓഫ് ദി ഫിസിക്കൽ ഫീച്ചേഴ്സ് ഓഫ് എ ലാൻഡ്സ്കേപ്പ്. ഒരു പ്രത്യേക സ്ഥലത്തിൻ്റെ ഒരുപാട് കാണുന്ന ഒരുപാട് പ്രത്യേകതകൾക്കപ്പുറം, അതിനപ്പുറം അതിൻ്റെ അതിർത്തികൾ വിട്ടുകടന്ന് മറ്റു പല കാര്യങ്ങളും യാത്ര കൊണ്ട് നമുക്ക് നേടാൻ സാധിക്കുന്നതാണ്. എന്നിട്ടോ ആൻഡ് ടേക്സ് അസ് ഫാർ ബിയോണ്ട് ടു ദ എക്സ്പ്ലോറേഷൻ ഓഫ് ദ റിയൽ സെൽഫ്. ആൻഡ് ടേക്സ് അസ് നമ്മളെ എടുത്തു കൊണ്ടുപോകുന്നു, ഫാർ ബിയോണ്ട് അങ്ങ് അകലേക്ക്, ടു ദ എക്സ്പ്ലോറേഷൻ ഓഫ് ദ റിയൽ സെൽഫ് യഥാർത്ഥ സ്വയത്തെക്കുറിച്ചുള്ള കണ്ടെത്തുന്ന ആ ഒരു അവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നു. എന്തിൻ്റെ? ഓഫ് എ ലാൻഡ്, ഒരു ഭൂമിയുടെ. വിച്ച് ഈസ് എംബഡഡ്, ആ ഭൂമിയിൽ എന്ത് ചെയ്തിട്ടുണ്ട്? കൊത്തിവെക്കപ്പെട്ടിട്ടുണ്ട്. അതായത് ഭൂമിയിൽ അവിടെ ഉല്ലേഖനം ചെയ്തിട്ടുണ്ട്. ഇൻ ഇറ്റ്സ് കസ്റ്റംസ്, അവിടുത്തെ ആചാരങ്ങൾ കൊണ്ടും ട്രഡീഷൻസ് പരമ്പരാഗത പ്രവൃത്തികൾ കൊണ്ടും ആൻഡ് റിച്വൽസ് മറ്റു പല ആചാരങ്ങൾ കൊണ്ടും. ഹിയർ ഈസ് എ ട്രാവൽ എക്സ്പീരിയൻസ്. ഇവിടുത്തെ ഒരു ട്രാവൽ എക്സ്പീരിയൻസിനെ കുറിച്ചാണ് പറയുന്നത്. ദാറ്റ് അക്വയർസ് അസ്, നമുക്ക് ഉത്ബോധനം ചെയ്തു തരുന്നു. എന്തിനെ പറ്റി? വിത്ത് എ സ്ട്രേഞ്ച് റിച്വൽ, ഒരിക്കലും പരിചയമില്ലാത്ത ഒരു പ്രാചീനമായിട്ടുള്ള ഒരു പ്രവൃത്തിയെക്കുറിച്ച് അല്ലെങ്കിൽ ആചാരത്തെക്കുറിച്ച്. ഓൺ എ ഫിജിയൻ ഐലാൻഡ്, ഒരു ഫിജി എന്ന രാജ്യത്തിലുള്ള ഒരു ദ്വീപിലുള്ള ഒരു അപരിചിതമായിട്ടുള്ള ഒരു ആചാരത്തെക്കുറിച്ചുള്ള ഒരു ഉത്ബോധനമാണ് ഈ ട്രാവൽ എക്സ്പീരിയൻസ് എന്നർത്ഥം. എന്താന്ന് നോക്കാം. ദ സാക്രഡ് ടേർട്ടിൽസ് ഓഫ് കടവ്. കടവ് എന്ന സ്ഥലത്തെ പവിത്രമായിട്ടുള്ള ടർട്ടിൽസ്, കടലാമകൾ. സാക്രഡ് എന്ന് പറഞ്ഞാൽ പവിത്രമായ, ടർട്ടിൽസ് കടലാമകൾ. ഓൺ ദ ഐലൻഡ് ഓഫ് കടവ്, കടവ് എന്ന ദ്വീപിൽ പ്രൊനൗൺസ്ഡ് കണ്ടാവ്, കണ്ടാവ് എന്നാണ് അത് എന്ത് ചെയ്യൽ, ഉച്ചരിക്കൽ. അവിടെ വൺ ഓഫ് ദി ലാർജർ ഐലൻഡ്സ് ഓഫ് ദി ഫിജി ഗ്രൂപ്പ്, ഫിജി രാജ്യത്തിലെ ദ്വീപ് സമുദായത്തിലെ വലിയൊരു ദ്വീപാണ് എന്ത്? കടവ് എന്നുള്ളത്. ആൻഡ് സം 50 മൈൽസ് ബൈ വാട്ടർ. എത്രമാത്രം ഉണ്ടത്? ഏകദേശം ഒരു 50 മൈലോളം വെള്ളത്തിലാണ് അത് നീണ്ടു കിടക്കുന്നത്. ഫ്രം ദ ക്യാപിറ്റൽ സിറ്റി ഓഫ് സുവ, സുവ എന്ന തലസ്ഥാന നഗരിയിൽ നിന്നും 50 മൈല് അകലെയാണത്. ഈസ് ദ ഫിജിയൻ വില്ലേജ് ഓഫ് നാമുവാന. ഈ കടവ് എന്നുള്ളത് എന്താണ്? ഈസ് ദ ഫിജിയൻ വില്ലേജ്, ഒരു ഫിജി ഗ്രാമമാണ്. എവിടുത്തെ? നാമുവാന എന്ന സ്ഥലത്തെ. ഈ നാമുവാന എവിടെയാണ്? നാമുവാന നെസിൽസ്. നാമുവാന എന്ത് ചെയ്യുന്നു? ചേർന്ന് കിടക്കുന്നു. നെസിൽ എന്ന് പറഞ്ഞാൽ പറ്റിക്കിടക്കുക, ചേർന്ന് കിടക്കുന്ന. അറ്റ് ദ ഫൂട്ട് ഓഫ് എ ബ്യൂട്ടിഫുൾ ബേ, ഒരു വളരെ ഭംഗിയുള്ള ഒരു ഉൾക്കടലിൻ്റെ ഏറ്റവും താഴ് ഭാഗത്താണ് എന്ത്? നാമുവാന സ്ഥിതി ചെയ്യുന്നത്. അഡ്ജസൻ ടു ദ ഗവൺമെൻറ് സ്റ്റേഷൻ ഇൻ വെനീസ ഹാർബർ. ഗവൺമെൻറ് സ്റ്റേഷൻ, വെനീസ് ഹാർബറുള്ള ഗവൺമെൻറ് സ്റ്റേഷനോട് അടുത്തായിട്ട്, അഡ്ജസൻ എന്ന് പറഞ്ഞാൽ അടുത്തായിട്ട്. ഹിയർ ദ ഐലൻഡ് ഓഫ് കടവ്. ഇവിടെ ഈ കടവ് എന്ന ദ്വീപ് നേരോസ് ഡൗൺ, അത് എന്താ ചുരുങ്ങി കിടക്കുന്നു. എങ്ങനെയായിട്ട്? ടു ആൻ ഇസ്ത്മസ്, ഒരു കരയിടുക്കായിട്ട്. ഇസ്ത്മസ് എന്ന് പറഞ്ഞാൽ കരയിടുക്ക്. ആൻഡ് ബൈ ക്ലൈംബിംഗ് ദ ഹിൽ, ഒരു കുന്ന് കയറുകയാണെങ്കിൽ. ബിഹൈൻഡ് നാമുവാന, നാമുവാനക്ക് പിന്നിലുള്ള ഏതെങ്കിലും നാമുവാന വില്ലേജിന് പിന്നിലുള്ള ഏതെങ്കിലും കുന്ന് കയറുകയാണെങ്കിൽ വൺ ക്യാൻ സ്റ്റാൻഡ് ഓൺ ദി സാഡിൽ, ഒരാൾക്കൊരു താഴ്ന്ന സ്ഥലത്ത് നിന്ന് നോക്കാൻ കഴിയും. സാഡിൽ എന്ന് പറഞ്ഞാൽ എന്താ? താഴ്ന്ന് കിടക്കുന്ന കരയോട് അടുത്തുക്കുന്ന സ്ഥലത്തിനാണ് എന്താ പറയുക? സാഡിൽ എന്ന് പറയാം, ഒരു സൈഡ്. അവിടെ നിന്നിട്ട് സ്റ്റാൻഡ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ആൻഡ് ലുക്ക് ഔട്ട് ടു ദ സീ ടു ദ സൗത്ത്, കടലിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് കാണാൻ പറ്റും? ടു ദ സൗത്ത്, തെക്ക് കാണാനും കഴിയും. ആൻഡ് ടു ദ നോർത്ത്, അതായത് മൊത്തം നല്ലൊരു വ്യൂ ഉണ്ടാവുന്ന ഒരു സ്ഥലം മൊത്തം കാണാൻ കഴിയുന്നത് ഒരാൾക്ക് പിന്നിൽ നിന്ന് മേലോട്ട് നിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ. അത്രമാത്രം പരന്ന് കിടക്കുന്നതാണെന്ത്? ലെജൻഡ് സേസ്, വലിയ കെട്ടുകഥകൾ പറയുന്നു. ലെജൻഡ് എന്ന് പറഞ്ഞാൽ കെട്ടുകഥ. കെട്ടുകഥകളിൽ പറയുന്നത് എന്താ വെച്ചാൽ ദാറ്റ് ഇൻ ദ ഡേയ്സ് ഗോൺ ബൈ, കഴിഞ്ഞ കാലങ്ങളിൽ ദ വാരിയേഴ്സ് ഓഫ് കടവു, കടവിലെ പോരാളികൾ, സ്ലിഡ് ദെയർ കനോയ്സ്, അവരുടെ കപ്പലുകൾ അല്ലെങ്കിൽ തോണികൾ, കനോയ് എന്ന് പറഞ്ഞാൽ തോണികൾ, കനോയ്സ് എന്ത് ചെയ്തിരുന്നു? തോണികൾ അവർ മെല്ലെ നീക്കി കൊണ്ടുപോയിരുന്നു. ഓൺ റോളേഴ്സ്, സ്ലിഡ് എന്ന് പറഞ്ഞാൽ മെല്ലെ നീക്കുക. ഓൺ റോളേഴ്സ്, ഓരോ ചക്രങ്ങളിലായിട്ട്. റോളർ എന്ന് പറഞ്ഞാൽ ചക്രങ്ങളിലായിട്ട് നീക്കി കൊണ്ടുപോകുമായിരുന്നു. ഓവർ ദ നാരോ നെക്ക് ഓഫ് ലാൻഡ്, ഈ ഇടുങ്ങിയ
ഭൂമിയുടെ ഈ ഇടുങ്ങിയ ആ ഒരു സ്ഥലത്തിലൂടെ എന്ത് ചെയ്യും അവർ ഈ ചക്രത്തിലാക്കിയിട്ട് എന്ത് ചെയ്യും തോണികൾ എടുത്തു കൊണ്ടുപോകാറുണ്ടായിരുന്നു. എന്തിനാണത്? ടു സേവ് ദ ലോങ് ജേണി, വലിയൊരു യാത്ര തന്നെ സേവ് ചെയ്യാൻ, അതായത് ആ യാത്ര പോവാതെ അതിന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ചെറിയ യാത്രയിൽ തന്നെ സംഭവം പരിപാടി നടക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും അവർ ഈ തോണികളൊക്കെ അവരെടുത്തിട്ട് എന്ത് ചെയ്യും ഒരു ചക്രങ്ങളിലാക്കിയിട്ട് ഉരുട്ടി കൊണ്ടുപോകുമായിരുന്നു എന്നർത്ഥം. അറൗണ്ട് ദ ഈസ്റ്റ്, കിഴക്ക് ഭാഗത്തുകൂടെ പോവുകയാണെങ്കിലും അല്ലെങ്കിൽ ആൻഡ് ദ വെസ്റ്റ്, കടവിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തുകൂടെ പോവുകയാണെങ്കിൽ വലിയൊരു ജേണി അവിടെ ഉണ്ടാവും. ആ ജേണിയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അവരെന്ത് ചെയ്തു അവരുടെ കപ്പലുകളൊക്കെ അല്ലെങ്കിൽ തോണികളൊക്കെ എന്ത് ചെയ്യുന്നു ഓരോ ചക്രങ്ങളിലാക്കിയിട്ട് ഉരുട്ടി കൊണ്ടുപോകാറുണ്ടായിരുന്നു എന്ന് കെട്ടുകഥകളിലൊക്കെ പറയുന്നത് കാണാം. ദ വുമൺ ഓഫ് നാമുവാന വില്ലേജ്, നാമുവാന വില്ലേജിലുള്ള സ്ത്രീകൾ സ്റ്റിൽ ഇപ്പോഴും പ്രിസർവ്, അവർ സംരക്ഷിക്കുന്നുണ്ട് എ വെരി സ്ട്രേഞ്ച് റിച്വൽ, ഒരു പരിചയമില്ലാത്ത ഒരു ആചാരം. ദാറ്റ് ഓഫ് കാളിംഗ് ടെർട്ടിൽസ്, എന്താണ് സംഭവം? ദാറ്റ് ഓഫ് കാളിംഗ് ടെർട്ടിൽസ്, അവർ എന്ത് ചെയ്യും കടലാമകളെ വിളിക്കും ഫ്രം ദ സീ, കടലിൽ നിന്ന്. ഇഫ് യു വിസിറ്റ് നാമുവാന വില്ലേജ് ടു സീ ദ ടർട്ടിൽ കാളിംഗ്, നിങ്ങൾ നിങ്ങൾ വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ നാമുവാന വില്ലേജ് കാണാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ ടു സീ, എന്തിന്? ടു സീ, കാണാൻ, ദ ടർട്ടിൽ കാളിംഗ്, ഈ കടലാമ വിളിക്കുന്നത് കാണാൻ നിങ്ങൾ പോവുകയാണെങ്കിൽ യുവർ ഷൂണർ ആങ്കേഴ്സ് ഇൻ എ ബ്യൂട്ടിഫുൾ ബേ റൈറ്റ് അണ്ടർ ദ ക്ലിഫ്സ് ഓഫ് എ റോക്കി ഹെഡ്ലാൻഡ്. യുവർ ഷൂണർ, നിന്റെ കപ്പൽ അല്ലെങ്കിൽ നിന്റെ വഞ്ചി, ഷൂണർ എന്ന് പറഞ്ഞാൽ ചെറിയ കപ്പലിനാണ് പറയാം, നിന്റെ കപ്പൽ ആങ്കേഴ്സ് അത് നിർത്തിയിടും അല്ലെങ്കിൽ നങ്കൂരമിടും ഇൻ എ ബ്യൂട്ടിഫുൾ ബേ റൈറ്റ് അണ്ടർ ദി ക്ലിഫ്സ് ഓഫ് എ റോക്കി ഹെഡ്ലാൻഡ്. ഇൻ എ ബ്യൂട്ടിഫുൾ ബേ, ഒരു ഭംഗിയുള്ള ഉൾക്കടലിന്റെ റൈറ്റ് അണ്ടർ ദി ക്ലിഫ്സ്, അവിടെ വെച്ചിട്ട് റൈറ്റ് അണ്ടർ ദി ക്ലിഫ്സ് ഓഫ് എ റോക്കി ഹെഡ്ലാൻഡ്, പാറകൾ നിറഞ്ഞെടുക്കുന്ന ഒരു ഭൂമിയുടെ അതിൻ്റെ ഒരു സൈഡിലായിട്ട് നമ്മൾ എന്ത് ചെയ്യും നേരെ അതിന് താഴെയായിട്ട് നമ്മളെ കപ്പൽ അവിടെ നിർത്തിയിടും. കാരണം എന്താ? അവിടെ നിർത്തിയിട്ടിട്ട് നമ്മളത് കാണാനായിട്ട് പോകുന്ന അർത്ഥം. യു ലാൻഡ് ഓൺ ദ ബീച്ച്, നമ്മൾ ബീച്ചിൽ ഇറങ്ങുകയും ചെയ്യും. ആൻഡ് ദെൻ എന്നിട്ട് എയ്തർ സിറ്റ് ഓൺ ദ റോക്സ്, ഒന്നുകിൽ പാറകൾമേൽ ഇരുന്നിട്ട് അണ്ടർ ദ ബ്ലഫ്സ് ഓഫ് ദി ബീച്ച്, ബീച്ചിന്റെ ബ്ലഫ്സിന് താഴെയായിട്ട്. എന്താ ബ്ലഫ് എന്ന് പറഞ്ഞാൽ? തീരപ്രദേശത്തിനാണ് എന്ത് പറയാ? ബ്ലഫ് എന്ന് പറയാം. അപ്പോൾ ഈ പാറകൾക്ക് താഴെയായിട്ട് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ പാറകളുടെ മേലെ പോയിരിക്കും. ആ പാറകൾ എവിടെയാണ്? തീരത്തിന് നേരെ താഴെയായിട്ട് കിടക്കുന്ന പാറകളാണ്. ഓൺ ദ ബീച്ച്, ബീച്ചിലുള്ള. ഓർ ക്ലൈംബ് എ റോക്കി ട്രാക്ട്, അല്ലെങ്കിൽ ഒരു പാറ നിറഞ്ഞെടുക്കുന്ന ട്രാക്ട്, സ്ഥലം, അത് നിങ്ങൾ എന്ത് ചെയ്യും? കയറിയിരിക്കും, അതിന്മേൽ ക്ലൈംബ് ചെയ്യും, കയറും. ടു എ പോയിന്റ്, എത്രമാത്രം? ടു എ പോയിന്റ് സം 150 or 200 feet അപ്പ്, അത്രമാത്രം അടികൾ നമ്മൾ മേലേക്ക് കയറിയിട്ട് നമ്മളിത് കാണാനായിട്ട് കയറിയിരിക്കുന്ന അർത്ഥം. അപ് ദ റോക്ക് ഫേസ്, പാറകൾ കിടക്കുന്ന സ്ഥലത്ത്. ഹിയർ, ഇവിടെ യു ഹാവ് എ സ്പ്ലെൻഡിഡ് വ്യൂ, ഇങ്ങനെ എത്ര കയറി നിന്നാൽ നിങ്ങൾക്ക് എന്തുണ്ടാവും? യു ഹാവ് എ സ്പ്ലെൻഡിഡ് വ്യൂ, നല്ലൊരു സുന്ദരമായ കാഴ്ച ഉണ്ടാവും. എന്ത് സ്പ്ലെൻഡിഡ് എന്ന് പറഞ്ഞാൽ? സ്പ്ലെൻഡിഡ് എന്ന് പറഞ്ഞാൽ അഴകുള്ള, സ്പ്ലെൻഡിഡ് വ്യൂ, നല്ല അഴകുള്ള കാഴ്ച ഉണ്ടാവും. ആൻഡ് വിൽ ഫൈൻഡ്, നിങ്ങൾ കാണുകയും ചെയ്യും, കണ്ടെത്തുകയും ചെയ്യും. അസംബ്ലഡ്, കൂടിച്ചേർന്നതായിട്ട്, അസംബിൾ ചെയ്ത്, അതായത് അസംബിൾ ചെയ്തിട്ടുണ്ടാവും. ആര്? ആൾ ദ മെയ്ഡൻസ് ഓഫ് ദി വില്ലേജ് ഓഫ് നാമുവാന, നാമുവാന ഗ്രാമത്തിലുള്ള എല്ലാ കന്യാസ്ത്രീകളും, മെയ്ഡൻസ് എന്ന് പറഞ്ഞാൽ കന്യാസ്ത്രീകൾ, അവിടെ അസംബിൾ ചെയ്തതായിട്ട് നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയുന്ന അർത്ഥം. എങ്ങനെ? സിംഗിങ്, അവർ പാടിക്കൊണ്ട്, എ സ്ട്രേഞ്ച് ചാൻഡ്, ഒരു പരിചയമില്ലാത്തൊരു സങ്കീർത്തനം അവർ പാടുന്നതായിട്ട്, അവർ ഒരുമിച്ച് കൂടി പാടുന്നതായിട്ട് നിങ്ങൾക്ക് ആ കന്യാസ്ത്രീകളെ കാണാൻ കഴിയും. ആസ് ദ ചാൻഡ്, അവരിങ്ങനെ പാടുമ്പോൾ അല്ലെങ്കിൽ ചൊല്ലുമ്പോൾ. ചാൻഡ് എന്ന് പറഞ്ഞാൽ ചൊല്ല അല്ലെങ്കിൽ പാടുക എന്നൊക്കെയാണ് അർത്ഥം. പ്രത്യേക ദിക്ർ ചൊല്ലിനൊക്കെ എന്ത് പറയും? ചാൻഡ് എന്ന് ഉപയോഗിക്കും. ഇഫ് യു ലുക്ക് വെരി കെയർഫുള്ളി ഡൗൺ ഇൻ ടു ദ വാട്ടർ ഓഫ് ദി ബേ, ഈ ഉൾക്കടലിൻ്റെ, ബേ എന്ന് പറഞ്ഞാൽ ഉൾക്കടലിൻ്റെ, ആ ഉൾക്കടലിൻ്റെ വെള്ളത്തിന് താഴെയായിട്ട് നിങ്ങൾ ശരിക്കും വളരെ കെയർഫുള്ളായി നോക്കുകയാണെങ്കിൽ, ശ്രദ്ധയോടെ നോക്കുകയാണെങ്കിൽ, യു വിൽ സീ ജയന്റ് ടർട്ടിൽസ്, നിങ്ങൾക്ക് ജയന്റ് വലിയ ടർട്ടിൽസ്, കടലാമകൾ റൈസ്, പൊന്തുന്നതായി കാണാൻ പറ്റും. 1 by 1, ഓരോന്നായി. എന്തിനു വേണ്ടി? ടു ലൈ ഓൺ ദ സർഫേസ്, മേലെ പ്രതലത്തിൽ, മേലെ പൊങ്ങിക്കിടക്കാൻ വേണ്ടി അവർ ഓരോന്നായി വരുന്നത് കാണാൻ കഴിയും. സർഫേസ് എന്ന പ്രതലം. ലിസണിങ് ടു ദ മ്യൂസിക്, ഈ പാട്ടിനോട് അവർ ശ്രദ്ധിച്ചു കേട്ടുകൊണ്ട്. ദിസ് ഈസ് നോട്ട് എ ഫെയറി ടെയിൽ, ഇതെന്തല്ല ഒരു ഫെയറി ടെയിൽ അല്ല. ഫെയറി ടെയിൽ എന്ന് പറഞ്ഞാൽ ഒരു അമ്മൂമ്മ കഥ, അല്ലെങ്കിൽ ഇല്ലാത്ത കഥ ഉണ്ടാവില്ല, നാടോടി കഥ, അതിനാണ് ഫെയറി കഥ എന്ന്, ടെയിൽ എന്നൊക്കെ പറയാം. അപ്പോൾ ഇതൊരു വെറും കെട്ടുകഥ മാത്രമല്ല, ഇറ്റ് ആക്ച്വലി ഡസ് ടേക്ക് പ്ലേസ്, ഇത് ശരിക്കും എന്ത് ചെയ്യുന്നു? സംഭവിക്കുന്നു. ആൻഡ് ദ വാട്ടർ ഇൻ ദിസ് ഏരിയ, ഈ ഏരിയയിലുള്ള വെള്ളം എന്താണ്? ഈസ് ഫോർബിഡൻ ഫോർ ദ ഫിഷിംഗ് ഓഫ് ടർട്ടിൽസ്,
ആ വള്ളത്തിൽ എന്താണ് ഈസ് ഫോർബിഡൻ നിരോധിക്കപ്പെട്ടിട്ടുണ്ട് ഫോർ ദ ഫിഷിംഗ് ഓഫ് ടർട്ടിൽസ് ഈ കടലാമകളെ പിടിച്ച കടലാമകളെ മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് അതായത് കടലാമകളെ നമ്മൾ വേട്ടയാടാൻ പറ്റില്ല എന്നർത്ഥം അവിടെ നിരോധിച്ചിട്ടുണ്ട്. അനദർ ഇൻട്രസ്റ്റിംഗ് സൈഡ് ലൈൻ മറ്റൊരു വളരെ മതിപ്പിക്കുന്ന ഒരു ഇതിൻ്റെ ഒരു സൈഡിലുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ടു ദിസ് പെർഫോമൻസ് ഈ ഒരു പെർഫോമൻസിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇസ് ദാറ്റ് ഇഫ് എനി മെമ്പർ ഓഫ് ദി നിയർ ബൈ വില്ലേജ് ഏതെങ്കിലും അടുത്തുള്ള വില്ലേജിലുള്ള നാബുക്കളവ് എന്ന വില്ലേജിന് അടുത്തുള്ള ഏതെങ്കിലും ഒരു മെമ്പർ വന്നാൽ ഈസ് പ്രസൻറ്റ് അദ്ദേഹം അവിടെ വന്നിട്ടുണ്ടെങ്കിൽ ദെൻ ദ ടർട്ടിൽസ് വിൽ നോട്ട് റൈസ് പിന്നെ എന്ത് ചെയ്യില്ല ഈ കടലാമകൾ ഒരിക്കലും വിൽ നോട്ട് റൈസ് പൊന്തി വരികയില്ല ടു ദ സർഫേസ് ഓഫ് ദി ബേ ഈ ഉൾക്കടലിൻ്റെ പ്രതലത്തിലേക്ക്. ആൻഡ് ദ ടർട്ടിൽ കാളിംഗ് വിൽ ഹാവ് ടു ബി അബൻഡൻഡ് അപ്പോൾ എന്ത് ചെയ്യണം ആൻഡ് ദ ടർട്ടിൽ കാളിംഗ് അപ്പോൾ ഈ കടലാമയെ വിളിക്കുന്നത് വിൽ ഹാവ് ടു ബി അബൻഡൻഡ് നിർത്തി വെക്കേണ്ടി വരും. അബൻഡൻ എന്ന് പറഞ്ഞാൽ സ്റ്റോപ്പ്. As is usually the case with such strange ceremonies and customs. As is usually the case. ഇത് തന്നെയാണ് സാധാരണ അവിടെ പതിവ് വിത്ത് സച്ച് സ്ട്രേഞ്ച് സെറിമണീസ് ഇതുപോലെയുള്ള പരിചയമില്ലാത്ത ആഘോഷങ്ങളും ആൻഡ് കസ്റ്റംസ് ആചാരങ്ങൾക്കും സാധാരണയായിട്ട് നടക്കുന്നത് ഇതുപോലെ തന്നെ. ഇൻ ഫിജിയിൽ ദ ടർട്ടിൽ കാളിംഗ് ഈ കടലാമിനെ വിളിക്കുന്ന ഈ ഒരു സംഭവം ഈസ് ബേസ്ഡ് ഓൺ ആൻഡ് അത് അടിസ്ഥാനപ്പെടുത്തിയത് ഏത് കഥയിന്മേലാണ് ഓൺ ആൻ ഏൻഷ്യൻ ലെജൻഡ് ഒരു പ്രാചീന കെട്ടുകഥയുടെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഈ ഒരു കടലാമനെ വിളിക്കുന്ന ഒരു സംഭവം ഉള്ളത്. അത് ഇന്നും സ്റ്റിൽ പാസ്ഡ് ഓൺ ഫ്രം ഫാദർ ടു സൺ ഇന്നും അത് എന്ത് ചെയ്യുന്നു തൻ്റെ ഓരോ പിതാവും തൻ്റെ മകനിലേക്ക് അത് കൈമാറിക്കൊണ്ടിരിക്കുന്ന ഒരു കെട്ടുകഥയാണ് പ്രാചീന കെട്ടുകഥയാണ്. അത് അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഇന്നും അത് എന്ത് ചെയ്യുന്നത് നിലനിൽക്കുന്നത് അർത്ഥം. among the Fijian people of കടവിലുള്ള ഫിജിയൻ ആളുകൾക്കിടയിൽ many years ago ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് in the beautiful village of നാമുവാന ഗ്രാമത്തിലെ ഒരു സുന്ദരമായ ഗ്രാമത്തിൽ on the island of കടവ് ദ്വീപിലെ അവിടെ അവിടെ ജീവിച്ചിരുന്ന a very lovely princess ഒരു ഭംഗിയുള്ള പ്രിൻസസ് എന്ത് ചെയ്തിരുന്നു ജീവിച്ചിരുന്നു. കാൾഡ് എന്താണ് പേര് തിനായ് കൊബോഗ എന്ന പേരുള്ള ഒരു പ്രിൻസസ് രാജകുമാരി ജീവിച്ചിരുന്നു. who was the wife of the chief of നാമുവാന ചീഫ് എന്നാൽ തലവൻ നാമുവാന തലവൻ്റെ ഭാര്യ ആയിരുന്ന ആളായിരുന്നു ആര് തിനായ് കൊബോഗ ഹാഡ് എ ചാമിങ് ഡോട്ടർ ഒരു നല്ല സുന്ദരിയായ ഒരു മോളുണ്ടായിരുന്നു ആർക്ക് തിനായ് കൊബോഗക്ക്. എന്താണ് പേര് കാൾഡ് റോഡലീസ് എന്ന പേരുള്ള. ആൻഡ് ദ ടു വുമൺ ഈ രണ്ട് സ്ത്രീകളും അതായത് അമ്മയും മോളും ഓഫൺ പലപ്പോഴായിട്ടും അവർ പോയിരുന്നു ഫിഷിങ് മീൻ പിടിക്കാനായിട്ട് ഓൺ ദ റീഫ്സ് അറൗണ്ട് ദെയർ ഹോം പാറക്കെട്ടുകൾക്കിടയിലുള്ള ഫിഷിങ് ഓൺ ദ റീഫ്സ് എന്നാൽ പാറക്കെട്ടുകൾക്കിടയിൽ അവരെന്ത് ചെയ്തിരുന്നു മീൻ പിടിക്കാനായിട്ട് പോയിരുന്നു അറൗണ്ട് ദെയർ ഹോം അവരുടെ വീടിന് ചുറ്റുമുള്ള പാറക്കെട്ടിനിടയിൽ. ഓൺസ് ഒരിക്കൽ തിനായ് കൊബോഗയും ആൻഡ് റോഡലിസും വെന്റ് ഫർദർ അഫീൽഡ് കുറച്ചും കൂടി ദൂരം പോയി. അഫീൽഡ് പറഞ്ഞാൽ ഡിസ്റ്റൻറ്റ് കുറച്ചും കൂടി ദൂരത്തേക്ക് പോയി. ദാൻ യൂഷ്വൽ സാധാരണ പോകുന്നതിനേക്കാൾ കുറച്ചും കൂടി ദൂരത്തേക്ക് പോയി. ദേ വെയ്ഡ് ഔട്ട് ഓൺ ടു ദ സബ്മേർജ്ഡ് റീഫ്സ് വെയ്ഡ് ഔട്ട് പറഞ്ഞാൽ വെള്ളത്തിൽ നടക്കുന്നതിനെ പറയാം. അവർ വെള്ളത്തിൽ നടന്നു ഓൺ ടു ദ സബ്മേർജ്ഡ് റീഫ്സ് വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്ന പാറക്കെട്ടിലേക്ക്. സബ്മേർജ്ഡ് പറഞ്ഞാൽ വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്ന റീഫ്സ് ആണ് പാറക്കെട്ട്. വിച്ച് സ്ട്രെച്ച് ഔട്ട് ഫ്രം ദി റോക്കി ഹെഡ്ലൈൻ അത് എവിടെ വരെ നീണ്ടു കിടക്കുന്നുണ്ട് ഫ്രം ദി റോക്കി ഹെഡ്ലൈൻ സ്ട്രെച്ച് ഔട്ട് നീണ്ടു കിടക്കുന്നു ഫ്രം ദി റോക്കി ഹെഡ്ലൈൻ പാറ കെട്ടിക്കിടക്കുന്ന ആ സ്ഥലം മുതൽ എവിടെ വരെ ടു ദ ഈസ്റ്റ് ഓഫ് ദി ബേ ഉൾക്കടലിൻ്റെ കിഴക്ക് ഭാഗം വരെ. അവിടെയാണ് നാമുവാന വില്ലേജ് ഈസ് കറന്റ്ലി സിറ്റുവേറ്റഡ് അവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. ആ ഒരു സ്ഥലം വരെ ഇവർ പോയി എന്നർത്ഥം. ദേ ബിക്കെയിം സോ എൻഗ്രോസ്ഡ് അവർ വളരെ എൻഗ്രോസ്ഡ് ആയി എന്ന് പറഞ്ഞാൽ വളരെ ഇങ്ങോട്ട് മുഴുകി എന്നർത്ഥം. അതിലാണ്ട് ആ ഒരു കാര്യത്തിൽ അവർ ഇങ്ങോട്ട് മുഴുകി വിത്ത് ദെയർ ഫിഷിങ് അവരുടെ ഫിഷിങ്ങിൽ. ദാറ്റ് ദേ ഡിഡ് നോട്ട് നോട്ടീസ് അവർ ശ്രദ്ധിച്ചത് പോലുമില്ല ദ സ്റ്റീൽത്തി അപ്രോച്ച് ഒളിഞ്ഞ് മറഞ്ഞ് വരുന്ന അപ്രോച്ച് ഓഫ് എ ഗ്രേറ്റ് വാർ കനോയ്. സ്റ്റീൽത്തി എന്നാൽ എന്താ ഒളിഞ്ഞു വരുന്ന അപ്രോച്ച് എന്നാൽ വരവ് ഓഫ് എ ഗ്രേറ്റ് വാർ കനോയ് ഒരു വലിയ യുദ്ധക്കപ്പൽ വരുന്ന ആ ഒരു ഒളിഞ്ഞു വരുന്ന വരവിനെ പോലും അവരെന്ത് ചെയ്തില്ല നോട്ടീസ് ചെയ്തില്ല ശ്രദ്ധിച്ചില്ല എന്നർത്ഥം. ഫില്ലഡ് വിത്ത് ഫിഷർമാൻ ആ യുദ്ധക്കപ്പലിൽ എന്തുണ്ട് കനോയ് എന്ന് പറഞ്ഞ കപ്പൽ കേട്ടോ അവിടെ അതിൽ ഫിഷർമാൻ മുക്കുവന്മാർ അല്ലെങ്കിൽ മീൻപിടുത്തക്കാരെന്താണ് നിറഞ്ഞു കിടക്കുന്നുണ്ട്. ഫ്രം ദ നിയർ ബൈ വില്ലേജ് ഓഫ് നാബുക്കളവിലുള്ള അടുത്തുള്ള ഒരുപാട് മുക്കുവന്മാർ നിറഞ്ഞെടുക്കുന്ന ഒരു യുദ്ധക്കപ്പലായിരുന്നു അത്. ദിസ് വില്ലേജ് ഈസ് സിറ്റുവേറ്റഡ് ഇൻ ദ ഷാഡോ ഓഫ് മൗണ്ട് വാഷിംഗ്ടൺ
ഈ ഒരു ഗ്രാമം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഈ സിറ്റുവേറ്റഡ് സ്ഥിതി ചെയ്യുന്നത് ഇൻ ദ ഷാഡോ, ഏതിന് കീഴിലായിട്ട്? ഓഫ് മൗണ്ട് വാഷിങ്ടൺ. വാഷിങ്ടൺ എന്ന വലിയൊരു പർവ്വത നിരകളുടെ കീഴിലായിട്ടാണ് ഈ ഒരു വില്ലേജ് സ്ഥിതി ചെയ്യുന്നത്, ഈ നാബുക്കളവ് എന്നുള്ള. ഈ മൗണ്ട് വാഷിങ്ടൺ എന്താണ്? ദ ഹയസ്റ്റ് മൗണ്ടൻ ഓൺ കടവ് ഐലാൻഡ്. കടവ് ഐലാൻഡിലുള്ള ഏറ്റവും വലിയ പർവ്വതമാണ്. ടുഡേ മൗണ്ട് വാഷിങ്ടൺ എന്താണ്? ഈസ് വെൽ നോൺ, വളരെ പ്രസിദ്ധമാണ്. ടു മറൈനേഴ്സ്, കടൽ യാത്രികർക്ക്. ബിക്കോസ് ദർ ഈസ് എ സ്പ്ലെൻഡിഡ് ലൈറ്റ് ഹൗസ്. അവിടെ എന്തുണ്ട്? ഒരു അഴകുള്ള ഒരു ലൈറ്റ് ഹൗസ് ഉണ്ട് ദർ. അത് വാണിംഗ് ദം, അത് അവർക്ക് എന്ത് ചെയ്യും? മുന്നറിയിപ്പ് നൽകും. ഓഫ് ദ ഡേഞ്ചേഴ്സ്, അപകടങ്ങളെ തൊട്ട്. ഓഫ് ദ റോക്കി കോസ്റ്റ് ലൈൻ, ഈ തീരത്തുള്ള പാറകളെ തൊട്ടുള്ള അപകടങ്ങളെ തൊട്ട് അവർക്ക് വാണിംഗ് തരുന്ന ഒരുപാട് വാണിംഗ് തരുന്ന ആ ലൈറ്റ് ഹൗസ് എവിടെയാണ് കിടക്കണേ? മൗണ്ട് വാഷിങ്ടണിലാണ്. അതുകൊണ്ട് മൗണ്ട് വാഷിങ്ടൺ മറൈനേഴ്സിന് മറൈനേഴ്സ് നന്നായി അറിയുന്നതാണ്. മറൈനേഴ്സ് എന്ന് പറഞ്ഞാൽ കടൽ യാത്രികർ. സഡൻലി പെട്ടെന്ന് ഫിഷർമാൻ ലെഫ്റ്റ് ഫ്രം ദെയർ കനോയ്. ഫിഷർമാൻ എന്ത് ചെയ്തു? ഈ മീൻപിടുത്തക്കാരൻ ലെഫ്റ്റ്, അവർ ചാടി. ലീപ്പിന്റെ പാസ്റ്റാണ് ലെഫ്റ്റ്. അവർ ചാടി വീണു. ഫ്രം ദെയർ കനോയ്, അവരുടെ തോണിയിൽ നിന്ന്. ആൻഡ് സീസ്ഡ്, അവർ പിടിച്ചടക്കി. ദ ടു വിമിൻ, ഈ രണ്ട് സ്ത്രീകളെയും. ബൗണ്ട് ദെയർ ഹാൻഡ്സ്, ബൗണ്ട് ആണ് കെട്ടി. ദെയർ ഹാൻഡ്സ്, അവരുടെ കൈകൾ. ആൻഡ് ഫീറ്റ്, അവരുടെ കാലുകളും. വിത്ത് വൈൻ, വള്ളിച്ചെടി. വൈൻ പറഞ്ഞാൽ മുന്തിരിവള്ളിക്കൊക്കെയാണ് വൈൻ എന്ന് പറയാം. അപ്പോൾ വൈൻ ചെടിയാണ്, വള്ളിച്ചെടി കൊണ്ട് അവരെ കൈയും കാലൊക്കെ കെട്ടി. ടോസ് ദം, എന്നിട്ട് അവരെ എറിഞ്ഞു. ടോസ് ചെയ്ത് പറഞ്ഞാൽ എറിഞ്ഞു. ഇൻ ടു ദ ബോട്ടം ഓഫ് ദി കനോയ്, ഈ കപ്പലിൻ്റെ ഏറ്റവും താഴ്ഭാഗത്തേക്ക് അവരെ എറിഞ്ഞിട്ടു. ആൻഡ് സെറ്റ് ഓഫ്, എന്നിട്ട് അവർ യാത്ര പോയി. സെറ്റ് ഓഫ്, യാത്ര പോയി. ഇൻ ഗ്രേറ്റ് ഹേസ്റ്റ്, വലിയ തിടുക്കത്തിൽ. ഹേസ്റ്റ് പറഞ്ഞാൽ തിടുക്കം. അപ്പോൾ വലിയൊരു തിടുക്കത്തിൽ അവർ സെറ്റ് ഓഫ്, യാത്ര ചെയ്തു. ഫോർ ഹോം, അവരുടെ വീട്ടിലേക്ക്. ഇവരെ എറിഞ്ഞിട്ട് അവരെന്ത് ചെയ്തു? അവർ പെട്ടെന്ന് തിടുക്കത്തിൽ പോയി. ആൾട്ടോ ദ വുമൺ പ്ലീഡഡ്, ഈ രണ്ട് സ്ത്രീകളും ഒരുപാട് കേണപേക്ഷിച്ചിട്ടുണ്ടെങ്കിലും. ആൽദോ പറഞ്ഞാൽ ഉണ്ടെങ്കിലും. ദ വുമൺ പ്ലീഡഡ്, പ്ലീഡ് ആണ് എന്താ? കേണപേക്ഷിക്കുക. അപ്പോൾ ഈ രണ്ട് സ്ത്രീകളും എന്ത് ചെയ്യുന്നു? അവരുടെ കേണപേക്ഷിച്ചിട്ട് കെഞ്ചിയിട്ടുണ്ടെങ്കിലും. ഫോർ ദെയർ ലൈഫ്സ്, അവരുടെ ജീവനുകൾക്ക് വേണ്ടി അവർ കെഞ്ചിയിട്ടുണ്ടെങ്കിലും. ദ ക്രൂവൽ വാരിയേഴ്സ്, ഈ ക്രൂരന്മാരായ പോരാളികൾ. ഫ്രം നാബുക്കളവിൽ നിന്നുള്ള. ഡിഡ് നോട്ട് ലിസൺ, ശ്രദ്ധിച്ചതുപോലുമില്ല. ടു ദെയർ എൻട്രീറ്റീസ്, അവരുടെ അപേക്ഷകളെ സ്വീകരിച്ചത് പോലുമില്ല, അല്ലെങ്കിൽ ശ്രദ്ധിച്ചത് പോലുമില്ല. എൻട്രീറ്റീസ് പറഞ്ഞാൽ റിക്വസ്റ്റ്, അല്ലെങ്കിൽ എന്ത്? സമാധാനത്തിന് വേണ്ടിയിട്ട് കേണപേക്ഷിക്കുക, അതാണ് എൻട്രീറ്റി. ദ ഗോഡ്സ് ഓഫ് ദി സീ, എന്നാൽ ദ ഗോഡ്സ് ഓഫ് ദി സീ, കടലിലുള്ള ദേവന്മാർ, അല്ലെങ്കിൽ അവരുടെ ആചാരപ്രകാരം അവരുടെ ദേവന്മാർ. ഹവർ, എന്നിരുന്നാലും വേർ കൈൻഡ്, ആ ദേവന്മാരെന്തായിരുന്നു? വളരെ ദയാലുക്കളായിരുന്നു. ആൻഡ് സൂൺ, അവർ ഉടനെ തന്നെ ഗ്രേറ്റ് സ്റ്റോം അറോസ്, ഉടനെ തന്നെ എന്തുണ്ടായി? വലിയൊരു സ്റ്റോം, ഒരു കൊടുങ്കാറ്റ് അറോസ്, പൊന്തി വന്നു. ആൻഡ് ദ കനോയ് വാസ് ടോസ്ഡ്, ആ കപ്പൽ എന്തായി? വാസ് ടോസ്ഡ്, എടുത്തെറിയപ്പെട്ടു. അബൌട്ട് ബൈ ഹ്യൂജ് വേവ്സ്, എന്തിനാൽ? ബൈ ഹ്യൂജ് വേവ്സ്, വലിയൊരു തിരമാലകൾ കൊണ്ട് ആ കനോയ് എന്തായി? എടുത്തെറിയപ്പെട്ടു. വിച്ച് ആൽമോസ്റ്റ് സ്വാംബ്ഡ്, ആ വലിയ തിരമാലകൾ ഏകദേശം അതെന്ത് ചെയ്തിരുന്നു? വിഴുങ്ങിയിരുന്നു അർത്ഥം. സ്വാമ്പ് ചെയ്യാന്നാൽ മുങ്ങി, വിഴുങ്ങുക, അല്ലെങ്കിൽ വെള്ളത്തിൽ പൂണ്ടു പോവുക, അതിനാണ് സ്വാമ്പ് എന്ന് പറയാം. അപ്പോൾ ആ വെള്ളത്തിൽ അത് പൂണ്ടു പോകുമ്പോൾ മാത്രം അത്രയും വലിയ തിരമാലകൾ കൊണ്ട് അതെന്തായി? ആ കനോയ് എടുത്തെറിയപ്പെട്ടു എന്നർത്ഥം. ആസ് ദ കനോയ് ഫൗണ്ടേഡ് ഇൻ ദ സീ, ഈ തോണി അല്ലെങ്കിൽ കപ്പൽ ഫൗണ്ടേഡ്, വെള്ളത്തിൽ മുക്കപ്പെട്ടപ്പോൾ, അല്ലെങ്കിൽ വെള്ളത്തിൽ മുങ്ങിയപ്പോൾ. ഫൗണ്ടേഡ് പറഞ്ഞാൽ മുങ്ങുക, സിങ്ക്. ഇൻ ദ സീ, കടലിൽ. ദ ഫിഷർമാൻ വേർ അസ്റ്റൗണ്ടഡ് ടു നോട്ടീസ്, ഈ മുക്കുവന്മാർ വേർ അസ്റ്റൗണ്ടഡ്, അവർ അത്ഭുതപ്പെട്ടു, ആശ്ചര്യപ്പെട്ടു. ടു നോട്ടീസ്, ശ്രദ്ധിക്കാൻ. ദാറ്റ് ദ ടു വിമിൻ, ഈ രണ്ട് സ്ത്രീകൾ. ലൈങ് ഇൻ ദ വാട്ടർ, വെള്ളത്തിൽ കിടക്കുന്ന ഈ രണ്ട് സ്ത്രീകൾ. ഇൻ ദ ഹോൾഡ് ഓഫ് കനോയ്, കനോയ് പിടിച്ചിട്ട് നിൽക്കുന്ന, അല്ലെങ്കിൽ തോണിമ പിടിച്ചു നിന്നിരുന്ന ഈ രണ്ട് സ്ത്രീകൾ. ഹാഡ് സഡൻലി, പെട്ടെന്ന്. ചേഞ്ച്ഡ് ഇൻ ടു ടർട്ടിൽസ്, അവരെന്തായി മാറിയിട്ടുണ്ട്? കടലാമകളായി മാറിയത് കണ്ടപ്പോൾ അവർ ആശ്ചര്യപ്പെട്ടു, അല്ലെങ്കിൽ അത്ഭുതപ്പെട്ടു എന്നർത്ഥം. ആൻഡ് ടു അസ്റ്റൗണ്ട് എന്ന് പറഞ്ഞാൽ അത്ഭുതപ്പെടുക. ആൻഡ് ടു സേവ് ദെയർ ഓൺ ലൈഫ്സ്, അവരുടെ തന്നെ ജീവനുകൾ അവർ രക്ഷിക്കാൻ വേണ്ടിയിട്ട് മുക്കുവാന്മാർ എന്ത് ചെയ്തു? ദ മെൻ, ഈ മുക്കുവാന്മാർ. സീസ്ഡ് ദം, അവരെ പിടിച്ചിട്ട്, സീസ് ചെയ്ത് തന്നെ പിടിച്ചടക്കി. എന്നിട്ട് ദാൻ ത്രൂ ദം ഇൻ ടു ദ സീ, അവരെ കടലിലേക്ക് എടുത്തെറിഞ്ഞു എന്നർത്ഥം. ആസ് ദ സ്ലിപ്ഡ് ഓവർ ദ സൈഡ് ഓഫ് ദി കനോയ്, അവര് ഈ കനോയിൻ്റെ ഏകദേശം സൈഡിലായിട്ട് അവർ വീണപ്പോൾ, സ്ലിപ്പായി അവിടേക്ക് വീണപ്പോൾ. ദ വെദർ ചേഞ്ച്ഡ്, ഈ ഒരു കാലാവസ്ഥ, കൊടുങ്കാറ്റിൻ്റെ കാലാവസ്ഥ എന്തായി? മാറി. ആൻഡ് ദർ വർ നോ മോർ വേവ്സ്, അവിടെ എന്തുണ്ടായില്ല? പിന്നീട് ഒരു ഈ തിരമാലകളൊന്നും അടിക്കുന്ന ഒരു പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായിരുന്നില്ല എന്നർത്ഥം. ദ നാബുക്കളവ് ഫിഷർമാൻ എന്ത് ചെയ്തു? കണ്ടിന്യൂഡ്, അവർ തുടർന്നു. ദെയർ ജേർണി ബാക്ക് ടു ദെയർ ഹോം വില്ലേജ്, അവരുടെ
നാട്ടിലേക്കുള്ള യാത്ര അവർ വീണ്ടും തുടർന്നു. ആൻഡ് ദ ടു വിമൻ, ഈ രണ്ട് സ്ത്രീകൾ ഫ്രം നാമുവാന ഹു ഹാഡ് ബീൻ ചേഞ്ച്ഡ് ടു ടർട്ടിൽസ്, അവരെന്തായി മാറിയിട്ടുണ്ട്, ഈ കടലാമകളായി മാറിയിട്ടുള്ള ഈ രണ്ട് സ്ത്രീകൾ ലീവ്ഡ്, അവർ ജീവിച്ചു ഓൺ ദ വാട്ടർ ഓഫ് ദി ബേ, ഈ ഉൾക്കടലിലുള്ള വെള്ളത്തിൽ തന്നെ പിന്നീട് ജീവിച്ചു. ഇറ്റ് ഈസ് ദെയർ ഡിസെൻഡൻസ്, ഇവരുടെ പിൻതലമുറക്കാരാണ്, ഈ രണ്ട് സ്ത്രീകളുടെ ഡിസെൻഡൻസ് പറഞ്ഞാൽ പിൻതലമുറക്കാരാണ് അല്ലെങ്കിൽ അവരുടെ പിൻഗാമികളാണ്. ടുഡേ, ഇന്ന്, വു റൈസ്, അവർ പൊന്തി വരുന്നത് ഫ്രം ദ വാട്ടർ, വെള്ളത്തിൽ നിന്ന് വരുന്ന ഈ കടലാമകൾ ഇവരുടെ പിൻതലമുറക്കാരായിട്ട് വരുന്നതാണ്. എപ്പോ, വെൻ ദ മെയ്ഡൻസ് ഓഫ് ദെയർ ഓൺ വില്ലേജ്, അവരുടെ തന്നെ ഗ്രാമത്തിലുള്ള കന്യാസ്ത്രീകൾ സിംഗ് സോങ്സ്, പാട്ടുകൾ പാടുമ്പോൾ, ടു ദം ഫ്രം ദ ക്ലിഫ്സ്, ഈ പാറകളുടെ സൈഡിൽ നിന്ന് ഇവർ ഈ പാട്ട് പാടുമ്പോൾ ഇവരുടെ ഈ രണ്ട് സ്ത്രീകളുടെ പിൻഗാമികളായി വരുന്ന കടലാമകളാണ് ആ പൊന്തി വരുന്നത് എന്നർത്ഥം. ദ ട്രാൻസ്ലേഷൻ ഓഫ് ദി സ്ട്രേഞ്ച് സോങ്, ഈ അപരിചിതമായ ഒരിക്കലും പരിചയമില്ലാത്ത ഈ പാട്ടിന്റെ ട്രാൻസ്ലേഷൻ എന്താണ്, തർജ്ജമ എന്താണ്, ഏത് പാട്ട്, വിച്ച് സ്റ്റാൻഡേർഡ് ഓൺ സച്ച് ഒക്കേഷൻസ്, ഇതുപോലുള്ള അവസരങ്ങളിലൊക്കെ പാടി സങ്കീർത്തനം പാടുന്ന ഈ ഒരു പാട്ടിന്റെ ശരിക്കത്തെ തർജ്ജമ എന്താണ്, ഈസ് ആസ് ഫോളോസ്, താഴെ കാണുന്നതാണ്. ദ വിമൻ ഓഫ് നാമുവാന ആർ ആൾ ഡ്രസ്ഡ് ഇൻ ദ മോർണിംഗ്, ഈ നാമുവാനയിലുള്ള സ്ത്രീകളെല്ലാം ഒരുങ്ങി ഡ്രസ്സ് അണിഞ്ഞിട്ടുണ്ട്. ഇൻ ദ മോർണിംഗ്, ഇൻ മോർണിംഗ്, മോർണിംഗ് എന്ന് പറഞ്ഞാൽ ദുഃഖത്തിന് വേണ്ടി അല്ലെങ്കിൽ ദുഃഖത്തിൽ ഇതാക്കാൻ, അല്ലെങ്കിൽ ഇൻ മോർണിംഗ് എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് ഡ്രസ്സിന് എന്ത് പറയും, മോർണിംഗ് എന്ന് പറയും. നമ്മൾ താഴെ കൊടുത്തിട്ടുണ്ട്. മോർണിംഗ് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുക, ഒരാള് മരിക്കുമ്പോൾ അവർക്ക് ദുഃഖിതരായിട്ട് എന്ത് ചെയ്യുക, കരയുന്നതിനാണ് എന്ത് പറയുക, മോർണിംഗ് എന്ന് പറയാം. അല്ലെങ്കിൽ ഇവിടെ എന്താണ്, ദ ബ്ലാക്ക് ക്ലോത്ത്സ് ദാറ്റ് ആർ വോൺ ഇൻ സം കൺട്രീസ്, ഒരാൾ മരിക്കുമ്പോൾ അവരുടെ ദുഃഖങ്ങൾ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, ചില രാജ്യങ്ങളിലൊക്കെ എന്ത് ചെയ്യും, ബ്ലാക്ക് ക്ലോത്ത്സിൽ ഇടാറുണ്ട്. അതാണ് ഇവിടെ. അത് എന്ത്, ഈ നാമുവാനയിലുള്ള സ്ത്രീകളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ഡ്രസ്സ് ചെയ്തിട്ടുണ്ട് ഇൻ മോർണിംഗ്, ബ്ലാക്ക് ഡ്രസ്സ് ഇട്ടിട്ടുണ്ടെന്ന് അർത്ഥം. ആ ദുഃഖം ഇതാക്കിയിട്ട്. ഈച്ച് ക്യാരീസ്, എല്ലാവരും വഹിക്കുന്നു, അല്ലെങ്കിൽ എല്ലാവരുടെ കയ്യിലുണ്ട്, അല്ലെങ്കിൽ എല്ലാവരും മേനിയിലുണ്ട്. സാക്രഡ് ക്ലബ്, ഒരു പവിത്രമായ ഒരു മുദ്രയുണ്ട്. ക്ലബ്ബ് പറഞ്ഞാൽ ചിഹ്നത്തിനും പറയുന്നത് ക്ലബ്ബ്. അപ്പോൾ ഒരു മുദ്ര അവരെല്ലാ എല്ലാവരുടെ മേനിയിലുണ്ട്. ഇങ്ങനെ ഈച്ച്, ഓരോരുത്തരുടെ മേലിലും ടാറ്റൂഡ്, അത് ടാറ്റൂ ചെയ്യപ്പെട്ടിട്ടുണ്ട്. ടാറ്റൂ പറഞ്ഞാൽ നമ്മളെ മേനിയിൽ എന്ത് ചെയ്യുക, ഒരു സ്റ്റിക്കറായി ഒട്ടിക്കുന്നതിനാണ് ടാറ്റൂ എന്ന് പറയാം. അപ്പോൾ അങ്ങനെ മേനിയിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ടാറ്റൂ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി സ്ട്രേഞ്ച് പാറ്റേൺ, ഒരിക്കലും ഒരു ആർക്കും അറിയാത്തൊരു പാറ്റേൺ, പരിചയമില്ലാത്തൊരു പാറ്റേണിലായിട്ട്, പാറ്റേൺ എന്ന ആ രീതി, അങ്ങനത്തെ രീതിയിൽ ആ ചിഹ്നം, ഇവർ പവിത്രമായ ഈ ചിഹ്നം എല്ലാവരും ടാറ്റൂ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഡു റൈസ്, ഡു പറഞ്ഞാൽ ചെയ്യൂ, റൈസ് എന്ന് പറഞ്ഞാൽ പൊന്തി വരൂ, അതായത് നിങ്ങൾ പൊന്തി വരൂ, ടു ദ സർഫേസ്, പുറത്തേക്ക്, പ്രതലത്തിലേക്ക്. ആരെ വിളിക്കണേ, റോഡലിസിനെ വിളിക്കുകയാണ്. റോഡലിസെ, നിങ്ങൾ പുറത്തേക്ക് മേലോട്ട് ഉയർന്നു വരൂ. സോ വി മേ ലുക്ക് അറ്റ് യു, സോ വി മേ, അങ്ങനെയാണെങ്കിൽ വി മേ ലുക്ക് അറ്റ് യു, ഞങ്ങൾക്ക് നിന്നെ കാണാം. ഡു റൈസ് ടു ദ സർഫേസ് തിനായിക്കോ പോക, നിങ്ങൾ എന്ത് ചെയ്യൂ, മേലോട്ട് കയറി വരൂ. സോ വി മേ ആൾസോ ലുക്ക് അറ്റ് യു, നിങ്ങളെയും ഞങ്ങൾക്ക് കാണാം. യു മേ ഡൗട്ട് ദ ട്രൂത്ത് ഓഫ് ദി ലെജൻഡ്, നിങ്ങൾക്കിപ്പോൾ ഈ പറയുമ്പോൾ ഈ ഒരു കെട്ടുകഥയെ കുറിച്ച് എന്തുണ്ടാവും, ഒരു സംശയമൊക്കെ ഉണ്ടാവും, ഇതിൻ്റെ സത്യാവസ്ഥയെക്കുറിച്ച്. യു മേ ഡൗട്ട്, നിങ്ങൾക്ക് സംശയം ഉണ്ടാവാം, ദ ട്രൂത്ത്, ഈ സത്യാവസ്ഥയെക്കുറിച്ച്, ഓഫ് ദി ലെജൻഡ്, ഈ കെട്ടുകഥയെക്കുറിച്ചുള്ള സത്യാവസ്ഥയെക്കുറിച്ച് നിങ്ങൾക്ക് ചിലപ്പോൾ സംശയം ഉണ്ടായേക്കാം. ബട്ട് യു കനോട്ട്, പക്ഷെ നിങ്ങൾക്ക് ഒരിക്കലും സാധ്യമല്ല, ഡൗട്ട് അടിക്കാൻ സാധ്യമില്ല. ഏത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് സംശയിക്കാൻ കഴിയില്ല. ദ ഫാക്ട്, യാഥാർത്ഥ്യത്തെക്കുറിച്ചുള്ള സംശയം നിങ്ങൾക്ക് കഴിയില്ല. എന്ത് യാഥാർത്ഥ്യം, ദാറ്റ് ദ ചാൻഡിങ് ഓഫ് ദിസ് സ്ട്രേഞ്ച് സോങ്, ഈ അപരിചിതമായിട്ടുള്ള ഈ ഒരു പാട്ട് സങ്കീർത്തനമായി ചാൻഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പാടുമ്പോൾ, ഡസ്, അത് ചെയ്യുമ്പോൾ, ഇൻ ഫാക്ട്, യഥാർത്ഥത്തിൽ അതെന്ത് ചെയ്യുന്നു, ല്യൂർ ദ ജയന്റ് ടർട്ടിൽസ്, അത് വലിയ കടലാമകളെ എന്ത് ചെയ്യുന്നുണ്ട്, വശീകരിക്കുന്നുണ്ട്, അവരെ ഇണക്കുന്നുണ്ട് എന്നർത്ഥം. ല്യൂർ എന്ന് പറഞ്ഞാൽ വശീകരിക്കുക. എവിടേക്ക് വശീകരിക്കുന്നുണ്ട്, ടു ദ സർഫേസ് ഓഫ് ദി ബ്ലൂ വാട്ടേഴ്സ് ഓഫ് ദി ബേ, ഈ ഉൾക്കടലിലുള്ള നീല വെള്ളങ്ങളുടെ പ്രതലങ്ങളിലേക്ക് ഈ വലിയ ജയന്റ് ആയിട്ടുള്ള വലിയ കടലാമകളെ എന്ത് ചെയ്യുന്നുണ്ട്, വശീകരിക്കുന്നുണ്ട് എന്നുള്ള വാസ്തവം നിങ്ങൾക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, സംശയിക്കാൻ കഴിയുകയില്ല. നിങ്ങൾക്ക് ഈ കെട്ടുകഥയിൽ സംശയം ഉണ്ടെന്നുണ്ടെങ്കിലും ഈ ഒരു കാര്യത്തിൽ, അതായത് ഇങ്ങനെ പാട്ട് പാടുമ്പോൾ ഈ വലിയ കടലാമകളെ ഇത് അവരെ വെള്ളത്തിൻ്റെ മുകളിലോട്ട് എന്ത് ചെയ്യുന്നുണ്ട്, അവരെ വശീകരിക്കുന്നുണ്ട് എന്നുള്ള ഈ ഒരു യാഥാർത്ഥ്യത്തിൽ നിങ്ങൾക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, സംശയിക്കാൻ സാധ്യമല്ല. നിയർ, എവിടെ, നാമുവാന വില്ലേജിനടുത്തുള്ള ഈ കടലിൽ, ഓൺ ദ ഐലാൻഡ് ഓഫ് കടവിലെ ദ്വീപിലുള്ള നാമുവാന വില്ലേജിനടുത്തുള്ള
ഈ വെള്ളത്തിൻ്റെ മുകളിലേക്ക് പൊന്തി വരുന്ന വലിയ ഈ കടലാമകളെ ഈ ഒരു പാട്ടുകൾ വശീകരിക്കുന്നുണ്ട് എന്നുള്ള യാഥാർത്ഥ്യത്തെ നിങ്ങൾക്ക് ഒരിക്കലും സംശയിക്കാൻ കഴിയില്ല. നിങ്ങൾക്ക് ഈ ലെജൻഡിൽ, ഈ ഒരു കെട്ടുകഥയിൽ നിങ്ങൾക്ക് സത്യാവസ്ഥയെക്കുറിച്ച് നിങ്ങൾക്ക് സംശയം ഉണ്ടായേക്കാം, പക്ഷെ ഇതിൽ നിങ്ങൾക്ക് സംശയിക്കാൻ കഴിയില്ല. അർത്ഥം പറയട്ടെ. അഫീൽഡ് എന്ന് പറഞ്ഞാൽ എ ലോങ് ഡിസ്റ്റൻസ് അവേ, വലിയൊരു ദൂരത്ത് എന്നർത്ഥം. എൻട്രീറ്റി എന്ന് പറഞ്ഞാൽ ഒരാൾ എന്തെങ്കിലും ആൻ അറ്റംപ്റ്റ്, ഒരു ശ്രമം, ടു പെർസ്വേഡ്, ഒരാളെ വശീകരിക്കാൻ വേണ്ടിയിട്ട്, സമ്മൺ ടു ഡു സംതിങ്, ഒരാൾ ഒരു കാര്യം ചെയ്തു തരാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ശ്രമിക്കുക, അതാണ്. അതായത് സോപ്പിടാന്ന് അർത്ഥം. ഫൗണ്ടർ എന്ന് പറഞ്ഞാൽ വെള്ളത്തിൽ മുങ്ങുക, ഫിൽ വിത്ത് വാട്ടർ ആൻഡ് സിങ്ക്. ഇസ്ത്മസ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു കരയിടുക്ക്, എ നാരോ പീസ് ഓഫ് ലാൻഡ് ദാറ്റ് ജോയിൻസ് ടു ലാർജർ ഏരിയാസ് ആൻഡ് ഹാസ് വാട്ടർ ഓൺ ബോത്ത് സൈഡ്സ്. ഒരു ചെറിയ ഭൂമിൻ്റെ ഒരു കരയിടുക്ക്, ദാറ്റ് ജോയിൻസ് ടു ലാർജർ, വലിയ രണ്ട് സൈഡിലും രണ്ട് വലിയ ഒരു ഏരിയ എന്ത് ചെയ്യുന്നു, ആ കരയിൻ്റെ അടിയിലുണ്ടാവും. അങ്ങനത്തെ ഒരു ഇടുക്കിനാണ് എന്ത് പറയാം, ഇസ്ത്മസ് എന്ന് പറയാം. മോർണിംഗ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞിരുന്നു, ഒരാൾ മരിക്കുമ്പോൾ എന്ത് ചെയ്യുക, സാഡ്നെസ് ഫെൽറ്റ് ആവുക, അതായത് ദുഃഖം അനുഭവപ്പെട്ട് കരയാം. അല്ലെങ്കിൽ എന്താണ്, ദ ബ്ലാക്ക് ക്ലോത്ത്സ്, ചില കൺട്രികളിൽ മാത്രം ദുഃഖങ്ങൾ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, ആരും മരിക്കുമ്പോൾ ദുഃഖം എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് ബ്ലാക്ക് ക്ലോത്ത്സ് ധരിക്കാറുണ്ട്. അവിടെ അതിനും എന്ത് പറയും, മോർണിംഗ് എന്ന് പറയും. റീഫ് എന്ന് പറഞ്ഞാൽ എന്താണ്, പാറക്കെട്ടുകളുടെ ഒരു നിര, അല്ലെങ്കിൽ മണലിൻ്റെ ഒരു നിരയാണ് മൊത്തത്തിൽ ഇങ്ങനെ കിടക്കുന്ന, ഇവിടെ കടലിൻ്റെ നേരെ മേലുള്ള. അത് ശരിക്കും എന്താണ്, കപ്പലുകൾക്ക് ഓഫൺ ഡേഞ്ചറസ് ആണ്. ഷൂണർ എന്ന് പറഞ്ഞാൽ ഒരു സെയിലിംഗ് ഷിപ്പ്, ഒരു കപ്പലിനാണ് എന്ത് പറയുക, അതിന് ടു മാസ്റ്റ്സ് ഉണ്ട്, രണ്ട് പായുള്ള ഒരു പ്രത്യേക കപ്പലാണ് എന്ത്, ഷൂണർ. സ്വാമ്പ് എന്ന് പറഞ്ഞാൽ ഫിൽ ഓർ കവർ സംതിങ് വിത്ത് എ ലോട്ട് ഓഫ് വാട്ടർ, ഒരുപാട് വെള്ളം കൊണ്ട് എന്ത് ചെയ്യുക, മൂടപ്പെടാന്ന് അർത്ഥം. സ്വാമ്പ്, പൂണ്ടുപോവുക. ദ കനോ ഈസ് സറൗണ്ടഡ് ബൈ ഹ്യൂജ് വേവ്സ് വിച്ച് ടോസ്ഡ് ഇറ്റ്. നമ്മളെവിടെ എന്ത് ചെയ്തു, ഈ കപ്പൽ എന്തായി, ഇവരെ ഈ നാബുക്ലവ് വില്ലേജ് എന്നുള്ള ഈ കപ്പല് ഒരുപാട് വലിയ തിരകൾ വന്നിട്ട് ആ വെള്ളത്തിൽ അവരെ മുക്കി, എന്നിട്ട് അവരെ ആ വെള്ളത്തിലിട്ട് പിഴുതെടുത്ത് എറിഞ്ഞു എന്നർത്ഥം. അതിനാണ് അവിടെ സ്വാമ്പ് ഉപയോഗിച്ചത്. അപ്പോൾ ശരി, ഞാൻ എക്സസൈസ് അടുത്ത ക്ലാസ്സിൽ പറയാം.